നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞങ്ങളൊരു തത്സമയത്തിലേക്ക് നിങ്ങളെ ഹാർദവുമായി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ചടയമംഗലം KSRTC ഡിപ്പോയിൽ നിന്നും ആദ്യത്തെ സൗജന്യ യാത്രയുടെ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ബസ് പുറപ്പെടും. അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. ഈ ബസ് ചടയമംഗലത്തു നിന്നും നിലമേൽ നിന്ന് കടയ്ക്കൽ നിന്നും ചിതറയിൽ നിന്നും മടത്തറയിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ ബസ്സിന് 5 കേന്ദ്രങ്ങളിൽ സ്വീകരണമുണ്ട്. അതായത് ഇവിടുന്ന് നിലമേൽ എത്തുമ്പോഴേക്കും നിലമേൽ സ്വീകരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കടയ്ക്കൽ ഇതിന് സ്വീകരണം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ദർപ്പക്കാടിനും ചിതറയ്ക്കുമിടയ്ക്ക് കുമ്മിൾ പഞ്ചായത്തിൻ്റെ വരവേൽപ്പ് ഈ വണ്ടിക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മടത്തറയിലേക്കാണ് ആദ്യത്തെ സർവീസ് ആരംഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ചടയമംഗലത്തിൻ്റെ MLA ശ്രീ MM നസീർ ഈ ബസ് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. സൗജന്യ യാത്രയ്ക്കായി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുൻപായി നമുക്ക് തന്നെ UDFൻ്റെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അവരുമായിട്ടൊക്കെ തന്നെ ഈ സൗജന്യ യാത്രയുടെ വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചറിയാനുണ്ട്. അല്പസമയത്തിനുള്ളിൽ ചടയമംഗലം ഡിപ്പോയിൽ നിന്നുള്ള KSRTCയുടെ KL 159427 RNC 998 എന്ന ബസ് സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ഉണ്ടാവുക. ചടയമംഗലത്തിൻ്റെ MLA ശ്രീ MM നസീറാണ് ഇന്ന് ഈ ബസ് ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് DC ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ചന്ദ്രബോസ് ഇവിടെയുണ്ട്, ചന്ദ്രബോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ VF സാജനുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം വനിതകളും സ്ത്രീകളും ഇവിടെ യാത്രയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ യാത്രാവിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിന് നമുക്ക് ആദ്യം UDFൻ്റെ നേതാക്കന്മാരിൽ നിന്നും വേണം നമുക്കിൻ്റെ പ്രതികരണം എടുത്തു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് ശ്രീ D ചന്ദ്രബോസിനെ ആണ് കാണാൻ ശ്രമിക്കുന്നത്. D ചന്ദ്രബോസ് DCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ അതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളിൽ D ചന്ദ്രബോസിന് വലിയ പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും സ്ഥാനാർത്ഥിത്വത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതൊക്കെ അതിൻ്റെ എല്ലാം മറികടന്നിട്ട് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. സൗജന്യ യാത്രയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഐതിഹാസികമായ ഒരു തീരുമാനമായി UDF പ്രകടന പത്രികയിൽ പറഞ്ഞ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. അത് വളരെ ഭംഗിയായി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും UDF പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ജൂൺ 15 തുടങ്ങുമെന്ന നിലയിൽ വളരെ ഭംഗിയായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. രാവിലെ 8:30 മണിക്ക് തിരുവനന്തപുരത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ 9 മണി മുതൽ കേരളത്തിലെ ഓർഡിനറി ബസ്സുകളിൽ സാധാരണക്കാരായ തൊഴിലാളികളും പണിയെടുക്കുന്ന ജോലിക്ക് പോകുന്ന സാധാരണക്കാരായ ആളുകൾക്ക്, സ്ത്രീ തൊഴിലാളികൾക്കൊക്കെ വളരെ അനുകൂലമായ സൗജന്യമായ നിലയിലെ വലിയ അനുകൂലമാണ്. അവരുടെ ജീവിത ബഡ്ജറ്റിൽ വളരെ ഏറെ തുക മെച്ചപ്പെടുത്തുന്ന തരത്തിൽ വലിയ നിലയിൽ ഈ പരിപാടി ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ വലിയ മുന്നേറ്റം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വലിയ മുന്നേറ്റം ഈ പരിപാടിയിലൂടെ കേരളത്തിലുണ്ടാകാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത് ഈ സ്ത്രീ സൗജന്യ യാത്രയാണ്. അത് കേരളത്തിലെമ്പാടും ഗ്രാമവണ്ടികളിലൂടെ ഓർഡിനറി ബസ്സുകളിലൂടെ ജനങ്ങൾ ഇന്ന് മുതൽ അതിൻ്റെ ഗുണം അനുഭവിക്കുകയാണ്. പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് UDF സർക്കാർ അതിൻ്റെ ഐതിഹാസികമായ വിജയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. നന്ദിയിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. KSRTCയുടെ ഡിപ്പോയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചടയമംഗലത്തിൻ്റെ MLA ഇവിടെ എത്തിച്ചേരും. MLA എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ബസ് 5 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മടത്തറയിൽ ഇന്ന് സമാപിക്കും. ഇന്ന് 9 മണി മുതൽ സാധാരണ സർവീസുകളൊക്കെ തന്നെ ഇവിടുന്ന് തുടങ്ങുന്നതാണ്. ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടിയിരിക്കുന്നത് ശ്രീ VF സാജനാണ്. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ തിരക്കിലാണ്, ഇപ്പോൾ വണ്ടി ഓപ്പറേറ്റ് ചെയ്യേണ്ട തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായത്തിന് ശേഷം യാത്രക്കാരിലേക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും. Love, two,
2 long 2 long 2 long അപ്പോൾ നമുക്ക് Three long സാജിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇപ്പൊ നമുക്ക് യാത്രക്കാരായിട്ട് എത്തിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. നമുക്ക് അവരുമായിട്ടൊക്കെ long നമസ്കാരം. അങ്ങനെ സൗജന്യ യാത്രയ്ക്ക് ആയിട്ട് എത്തിക്കുകയാണോ? ഞങ്ങൾ ഉദ്ഘാടനത്തിൽ എത്തിയതാണ്. എന്ത് പറയുന്നു സർക്കാരിന്റെ ഈ സൗജന്യ യാത്രയെ കുറിച്ച്? സ്ത്രീകൾ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് സൗജന്യ യാത്ര. കാരണം എന്ന് പറഞ്ഞാല് തൊഴിലിന് പോകുന്ന ഓരോ ചെറിയ തുണിക്കടയിലായാലും മറ്റുള്ള സ്ഥാപനങ്ങളിലായാലും തൊഴിലിന് പോകുന്ന ആൾക്കാർക്ക് അത് വരുമാന മാർഗമായിട്ട് മാറും. ഒരു ഇച്ചിരി അതിൻ്റെ ഓളിയും കുറച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടൗൺ വാർഡ് മെമ്പർ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വാർഡ് മെമ്പർ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ സൗജന്യ യാത്ര ഒരുങ്ങി നിൽക്കുകയാണോ? പ്രിയദർശിനി ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്രയുടെ ചടയമംഗലം ഡിപ്പോയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ MM നസീർ നിർവഹിക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ജടായുവിന്റെ മണ്ണിൽ നിന്നും ആരംഭിക്കുന്ന സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ വനിതാ യാത്രക്കാരെയും ബഹുജനങ്ങളെയും ഞങ്ങൾ ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉജ്ജ്വലനായ മുഖ്യമന്ത്രി VD സതീശനും കേരളത്തിന്റെ കരുത്തനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും കേരളത്തിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും മുഖ്യമായ സ്ത്രീ സൗജന്യ യാത്ര KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഇന്ന് കേരളത്തിലെമ്പാടും രാവിലെ തിരുവനന്തപുരത്ത് 8:30 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ KSRTC ബസ് ഡിപ്പോകളിൽ നിന്നും ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ജടായുവിന്റെ മണ്ണിൽ ചടയമംഗലത്ത് KSRTC ഡിപ്പോയിൽ ഇന്ന് 9 മണിക്ക് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ സ്ത്രീ സൗജന്യ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ MM നസീർ നിർവഹിക്കുന്നതാണ്. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ചടയമംഗലം KSRTC ഡിപ്പോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ KSRTCയുടെ സൗജന്യ യാത്രയുടെ ആദ്യ ബസ് ഈ ചടയമംഗലം KSRTC ഡിപ്പോയിൽ നിന്നും ബഹുമാനപ്പെട്ട ചടയമംഗലത്തിന്റെ MLA ശ്രീ MM നസീർ ഉദ്ഘാടനം ചെയ്യും. സൗജന്യ യാത്രയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതിനെക്കാട്ടി അഭിമാനമുള്ള വേറൊരു കാര്യമുണ്ടോ? നമ്മുടെ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നുള്ളതിൽ ഞങ്ങളുടെ ഭയങ്കര അഭിമാനം കൂടെയാണ് രേഖപ്പെടുത്തുന്നത്. യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണോ? അതെ തീർച്ചയായിട്ടും. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ? എന്താണ് യാത്രയിൽ പങ്കാളികളാവാൻ സ്വാഭിമാനം നമ്മൾ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. എല്ലാ സ്ത്രീജനങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ത് പറയുന്നു യാത്രയെ കുറിച്ച്? രസകരമായ ഒരു നിമിഷമാണ്. സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോന്നായി നടപ്പാക്കും. അതിൽ ഞങ്ങൾ സ്ത്രീകൾക്കുള്ള ഈ കാര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊണ്ടു. എന്തായാലും ഇത് വിജയത്തിലെത്താൻ എല്ലാ ആശംസകളും. അഭിമാന നിമിഷം അത്ര മാത്രമേ പറയാനുള്ളൂ. വളരെ അഭിമാന നിമിഷം.
അപ്പോൾ അത് ഇവിടെ സൗജന്യ യാത്രയ്ക്ക് എത്തിയിട്ടുള്ള സ്ത്രീകളൊക്കെ പറയുന്നത് ഇതൊരു അഭിമാന നിമിഷമാണ്. കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ തുച്ഛമായ വരുമാനങ്ങൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബസ്സിൻ്റെ ബസ് ചാർജ് പലപ്പോഴും അല്ലെങ്കിൽ വണ്ടിക്കൂലി പലപ്പോഴും ഇല്ലാത്ത അവസ്ഥയിൽ തൊഴിലിന് പോകാനും പോലും സാധിക്കാത്ത സമയം അങ്ങനെ പലപ്പോഴും തൊഴിലിന് പോകാനൊക്കാതിരുന്ന സാഹചര്യങ്ങളിൽ പോലും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. തൊഴിലിന് പോകാം, ബസ് വണ്ടിക്കൂലിയില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന അവസ്ഥയില്ല. ഇതൊരു വലിയ അഭിമാന നിമിഷമാണെന്നാണ് ഇവിടെ കൂടിയിട്ടുള്ള സഹോദരികൾ നമ്മളോട് പറയുന്നത്. ഏതായാലും 9 മണിക്ക് ഈ വണ്ടി ഇപ്പോൾ ഇത് പാരിപ്പള്ളിക്കാണ് ബോർഡ് വെച്ചത്, മടത്തറയ്ക്കാണെന്ന് ഇവിടെ അറിഞ്ഞിരുന്നത്. എന്നാൽ ഈ വണ്ടി ഇപ്പോൾ പാരിപ്പള്ളി ബോർഡാണ് വയ്ക്കുന്നത്. കടയ്ക്കൽ നിലമേൽ പാരിപ്പള്ളി ബോർഡാണ് വയ്ക്കുന്നത്. എന്തെങ്കിലും ചിലപ്പോൾ റൂട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയതാകാം. എന്തായാലും മടത്തറയിലേക്കാണ് എന്നാണ് ആദ്യം KSRTC ഡിപ്പോയിൽ നിന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എന്നാൽ വണ്ടി ബോർഡ് വെച്ചിരിക്കുന്നു പാരിപ്പള്ളിയിലേക്കാണ്, കടയ്ക്കൽ നിലമേൽ വഴി പാരിപ്പള്ളിയിലേക്കാണ് ആ ബസ്. അങ്ങനെ കടയ്ക്കൽ നിലമേൽ വഴിയാണെങ്കിൽ ഈ വണ്ടി മിക്കവാറും പോകുന്നത് ഇളമ്പരന്നൂർ, കാറ്റാടിമൂട്, വെള്ളാറവട്ടം, കോട്ടപ്പുറം, അൾത്തറമൂട്, ചിങ്ങേരി വഴിയായിരിക്കും കടയ്ക്കൽ എത്തിച്ചേരുക. കടയ്ക്കലത്തെ സ്വീകരണം കഴിഞ്ഞ് നിലമേലും അതിനുള്ള വരവേൽപ്പ് ഉണ്ടാകും എന്നാണ് നമുക്ക് സംഘാടകർ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ യൂണിയൻ്റെ നേതൃത്വം നമ്മളെ അറിയിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. മടത്തറയ്ക്കാണ് വണ്ടി പോകുന്നതെന്നാണ്. പക്ഷേ ബോർഡ് ഇപ്പോൾ വെച്ചേക്കുന്നത് പാരിപ്പള്ളിയിലേക്കാണ് ഈ വണ്ടി കടന്നു പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തുള്ളിൽ ബഹുമാനപ്പെട്ട ചടയമംഗലത്തിൻ്റെ MLA ശ്രീ MM നസീർ ഈ വണ്ടി ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഒപ്പം തന്നെ നിരവധി യാത്രക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ യാത്ര ചെയ്യാനുള്ള ഇതാണ് ആദ്യത്തെ യാത്ര എന്ന നിലയിൽ നിരവധി സ്ത്രീകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ വാഹനം ഇവിടെ നിന്നും ചടയമംഗലം ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്നതാണ്. ഇപ്പോൾ INTUസിയുടെ നേതാവ് ശ്രീ പുള്ളിപ്പച്ചയിൽ സലാഹുദ്ദീൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കേൾക്കാം. ഈ സൗജന്യ യാത്രയെക്കുറിച്ച്, സർക്കാരിൻ്റെ ഈ സ്ത്രീ സൗജന്യ യാത്രയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ? ഇവിടെ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ 5 ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടിയാണ് ശ്രീ ഇന്ദിരാ ഗ്യാരണ്ടി. ഇടതുപക്ഷം കൊട്ടി ഘോഷിച്ചിരുന്നു ഇവിടെ ഇതൊന്നും നടപ്പാക്കാനോ, ഇത് നടപ്പാക്കിയാൽ KSRTC തന്നെ നഷ്ടത്തിലാവുകയും നശിക്കുകയൊക്കെ ചെയ്യുമെന്നായിരുന്നു അഭിപ്രായം. പക്ഷേ വളരെ വിശാലമായി അതീവ ഗൗരവത്തോടുകൂടി എടുക്കുകയും 15-ാം തീയതി ഇന്ന് തന്നെ ഈ യാത്രയുടെ ഉദ്ഘാടനം നടക്കുകയും വിശാലമായ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് ഒരു വൻ വിജയമായി തീരുമെന്നും അതുപോലെ തന്നെ ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബാക്കി ഗ്യാരണ്ടികൾ അതീവ ഗൗരവത്തോടുകൂടി തന്നെ എടുക്കുകയും അത് കേരളത്തിൽ തീർച്ചയായും നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് തീർത്തും പറയുകയാണ്. അക്കാര്യം വിജയിക്കും. കേരളം മുന്നോട്ട് തന്നെ പോകും. വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തകിടം മറിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു 5 വർഷം ഈ ജനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതെ, വളരെ പ്രതീക്ഷകളോടാണ് UDFിൻ്റെ കേന്ദ്രങ്ങളൊക്കെ തന്നെ നമുക്ക് പലരുമായും കണ്ട് ചോദിക്കേണ്ട കാര്യം ഒരു ഇടയ്ക്ക് അറിയേണ്ട വിശേഷങ്ങളുണ്ട്. എന്നാൽ തന്നെയും ഇപ്പോൾ ഇവിടെ എല്ലാ നേതാക്കന്മാരും ഒക്കെ തന്നെ വളരെ തിരക്കിലാണ്. നമുക്ക് ജില്ലാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ VO സാജൻ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. UDF ഗവൺമെൻറ് ഗ്യാരണ്ടികൾ നടപ്പാക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് സാധാരണക്കാരായ ജനങ്ങളോട് ഒരു DCCയുടെ ജനറൽ സെക്രട്ടറി നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF കേരളത്തിലെ ജനങ്ങളോട് 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നുള്ളത്. അത് ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്.
UDF പറഞ്ഞ ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും. അതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഐക്യ ജനാധിപത്യ സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഇന്ന് 9 മണി മുതൽ കേരളത്തിലെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ സൗജന്യ യാത്ര തുടങ്ങുകയാണ്. ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ സൗജന്യ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലം KSRTC ഡിപ്പോയിൽ ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ MM നസീർ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്നതാണ്. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സ്ത്രീജനങ്ങളെയും ഞങ്ങൾ ചടയമംഗലം KSRTC ഡിപ്പോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രമുഖമായ സ്ത്രീ സൗജന്യ യാത്ര രണ്ടാമത്തെ മുതൽ കേരളത്തിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനും കേരളത്തിന്റെ പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ചടയമംഗലം നിയോജകമണ്ഡലത്തിന്റെ സ്ത്രീ സൗജന്യ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലം KSRTC ഡിപ്പോയിൽ ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ MM നസീർ നിർവഹിക്കുന്നതാണ്. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഈ സൗജന്യ യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീ ജനങ്ങളോടും സ്ത്രീ യാത്രക്കാരോടും ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. സംരംഭങ്ങൾ തുടങ്ങുക എന്നതാണ് ഒരു ക്ഷേമരാജ്യമാണ് നമ്മുടെ നാട്ടിൽ കെട്ടിപ്പടുക്കേണ്ടത്. ആ ഒരു യജ്ഞത്തിലാണ് നമ്മുടെ ബഹുമാന്യനായ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ഒരുങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ സൗജന്യ യാത്രയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സൗജന്യ യാത്ര എന്ന് പറയുന്നത് കേവലം വെറും ഒരു സൗജന്യ യാത്ര മാത്രമല്ല. ഇതെന്ന് പറയുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്കുള്ള ഒരു സമാശ്വാസം കൂടിയാണ്. ഈ വികസനം എന്ന് പറയുന്നത് വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത് മാത്രമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഓരോ ജനങ്ങളെയും സംരക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരെ സംരക്ഷിച്ചാൽ മാത്രമേ നാട് നന്നാവുകയുള്ളൂ. ഈ നാട്ടുകാർക്ക് ജീവിക്കണമെങ്കിൽ അവർക്കുള്ള സാധാരണക്കാരായ ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് UDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായാലും പഠനത്തിന് വേണ്ടിയിട്ടായാലും കച്ചവടത്തിന് വേണ്ടിയിട്ടായാലും ജീവിതമാർഗത്തിന് വേണ്ടി, അതായത് ലോ പ്രൊഫൈലിലുള്ളവരും ആവറേജ് ആയിട്ട് ജീവിക്കുന്ന ശരാശരിയായിട്ടുള്ള ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അവർക്കെന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു മാസം എത്ര രൂപയാണ് അവർക്ക്? ഒരു മിനിമം 3000 രൂപയെങ്കിലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സേവ് ചെയ്യുന്ന ക്യാഷ് എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാം. അത് വിപണിയിലേക്ക് ചെലവാക്കപ്പെടുമ്പോൾ അത് സർക്കാരിന് മറ്റൊരു വരുമാനമായി മാറുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. അതുകൊണ്ട് ജനപ്രിയമായ ഒരു പദ്ധതികളെ എപ്പോഴും കല്ലെറിയുന്ന ഒരു സമീപനമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെയും കാണുന്നത്. ഏത് ജനപ്രിയമായ കാര്യം വന്നാലും അതിനെ കല്ലെറിയുക, അത് നടപ്പിലാക്കാതിരിക്കാനുള്ള പദ്ധതികൾ നോക്കുക എന്നുള്ളതാണ്. അവരുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ പോലും നെഞ്ചോട് ചേർത്ത് വെച്ച് ഓരോ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെങ്കിലും പറയുമോ ഈ സൗജന്യ യാത്ര വേണ്ട എന്നുള്ള കാര്യം? കാരണം അത്രത്തോളം ജനങ്ങൾക്ക് ആശ്വാസമാണ്, ഈ ഓരോ കുടുംബത്തിനും ആശ്വാസമാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. പ്രതികരണത്തിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അത് UDF സർക്കാരിനും CP ജോൺ ഗതാഗത മന്ത്രിക്കും 1000 അഭിനന്ദനങ്ങൾ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീണ്ടും തീരുമാനങ്ങൾ മാറ്റുന്നു. ബസ് മടത്തറയ്ക്ക് തന്നെയാണ് പോകുന്നത്. നിലമേൽ, കടയ്ക്കൽ, ദർപ്പക്കാട്, ചിതറ വഴി ആണ് പോകുന്ന 5 കേന്ദ്രങ്ങളിൽ ഈ ബസ്സിന് സ്വീകരണം ഉണ്ടാകും. തീരുമാനങ്ങൾ വീണ്ടും KSRTC മാറ്റിക്കൊണ്ട് വീണ്ടും ആ വണ്ടി മടത്തറയ്ക്ക് തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അല്പസമയത്തുള്ളിൽ ബഹുമാനപ്പെട്ട ചടയമംഗലത്തിൻ്റെ MLA ശ്രീ MM നസീർ ഈ വണ്ടി ഇവിടെ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്യും. നമ്മുടെ പ്രിയങ്കരനായ MLA MM നസീർ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയായി ഫസ്റ്റിലുള്ള ബസ് ഇവിടെ ചടയമംഗലത്തിൽ നിന്ന് പുറപ്പെട്ട് നിലമേൽ വഴി, കടയ്ക്കൽ വഴി മടത്തറ പോകുന്നതാണ് ആദ്യം ചടയമംഗലത്തിൽ നിന്ന് പോകുന്ന വണ്ടി. അതാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാന്യനായ MLA ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി 5 ഇന പദ്ധതികൾ ഒന്ന് നടപ്പിലാക്കി, രണ്ടാമതാണ് നടപ്പിലാക്കാൻ പോകുന്നു. ഇതാണ് UDF ടീം. UDF-ന്റെ മുഖ്യമന്ത്രിയുടെ വാക്ക് പാലിച്ചിരിക്കും, അത് നടപ്പിലാക്കിയിരിക്കും. അത് രണ്ടാമത്തെ ഗ്യാരണ്ടി. ഇനി മൂന്നാമത്തത് ആരോഗ്യ ഇൻഷുറൻസ്, അത് നടപ്പിലാക്കിയിരിക്കും. രാഷ്ട്രീയ
സൗജന്യ യാത്രയെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ എന്താണ്? UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് UDF പ്രതിജ്ഞാബദ്ധമായി പറഞ്ഞ ഒരു കാര്യമാണ് വനിതകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സിൽ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്ത പ്രവർത്തന ശൈലിയാണ് നമ്മൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ എന്തെല്ലാം അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു അത് താമസം വിന നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം UDF ഗവൺമെന്റ് നടത്തുന്നു എന്നുള്ളത് മഹത്തായ കാര്യമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹിക ചരിത്രം പരിശോധിച്ചാൽ സ്ത്രീകൾ എപ്പോഴും അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നാം കണ്ടിട്ടുള്ളത്. സ്വന്തം കൈവശം പൈസ ഇല്ലാത്തതിനാൽ ബന്ധുവീട്ടിൽ പോകുന്നതിനും പ്രധാനപ്പെട്ട ബന്ധുവീടുകളിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ സ്ത്രീകൾ വൈമുഖ്യം കാണിക്കുന്ന ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. ഇതിനെല്ലാം പരിഹാരം കണ്ട് പുരുഷന് തുല്യനാണ് സ്ത്രീകളുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തത്തുല്യമായ പദവിയിലേക്ക് സ്ത്രീകളെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രമകരമായ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഏവർക്കും സ്വീകാര്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇപ്പോൾ നമ്മുടെ അക്കോണത്തിൻ്റെ വാർഡ് മെമ്പർ ശ്രീ ശ്യാംരാജ് ഇവിടെ ഉണ്ട്. ഈ പരിപാടികൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഏറെ 80% പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ ഉത്സാഹഭരിതനായിട്ടാണ് ശ്യാംരാജിനെ എപ്പോഴും നമുക്ക് പൊതുരംഗത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശ്യാംരാജ് എന്ന് പറയുന്നു, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ കാണുന്നത് ഘട്ടം ഘട്ടമായി ഓരോ ഗ്യാരണ്ടികൾ നടത്തി വരിക. അതിലെ പ്രധാനമായ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ഈ ഇന്ദിരാ ഗ്യാരണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നതാണ്. അവർക്കിനി ഒരു ദിവസങ്ങളിൽ ദിനചര്യയുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് യാത്ര ചെയ്യാൻ പോലും ക്ലേശമായി അനുഭവിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു മുതൽക്കൂട്ടും കൈത്താങ്ങുമായിരിക്കും. അതുപോലെ തന്നെ നിത്യമായ ഉദ്യോഗസ്ഥരായി പോകുന്നതായാലും സാധാരണക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളായാലും കർഷക തൊഴിലാളികളായാലും സാധാരണ കൂലിവേലക്കാരായാലും തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവർക്കും കേരള സംസ്ഥാനത്തിലെ സമസ്ത മേഖലയിലുള്ള ജനങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കുന്നത്. അത് VD സതീശൻ ഗവൺമെന്റിന്റെ നമ്മുടെ ഈ പദ്ധതി ചടയമംഗലം MLA MM നസീർ 9 മണിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 9 മണിക്ക് ശേഷം മാത്രമേ ഇന്നും ഈ സൗജന്യ യാത്ര ആരംഭിക്കുകയുള്ളൂ. അതിനു മുമ്പ് അടിക്കുന്ന ടിക്കറ്റുകൾക്കൊന്നും ഇന്നത്തെ ദിവസം അടിക്കുന്ന ടിക്കറ്റുകൾക്കൊന്നും ഫെയർ പൈസ കൊടുക്കേണ്ടി വരും. ഇന്ന് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും സമസ്ത മേഖലയിലുള്ളവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഒരേ ഘട്ടം, ഇതൊരു തുടക്കം മാത്രമാണ്. ഈ 5 ദിനം പദ്ധതി ജനങ്ങൾ നടപ്പാക്കുമ്പോൾ ഇനി എന്ത് എന്നോ ഇനി ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ടി വരില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയോജനപ്പെടുത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുത്ത ഈ സർക്കാർ ജനപ്രീതി ആർജിക്കുന്നതും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുന്നത്. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും ചടയമംഗലം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്കും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഇത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ടീം UDFന്റെ പ്രകടന പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് പല ഗ്യാരണ്ടികളും പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഭരണപക്ഷത്തിരുന്ന അവർ ചെയ്തതും ഇപ്പോൾ കുറച്ച് ടീമുകൾ അതിനെ KSRTC ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന രീതിയിലേക്ക് പറയുന്നുണ്ട്. ആ CPM-കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചേർന്ന് നിൽക്കുന്നു. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന പ്രയോജനപ്രദമായ ഒരു സംഭവമാണ്. അതിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ട് ജനവിരോധം വാങ്ങിച്ച് എടുക്കുക എന്നതല്ലാതെ എന്തെങ്കിലും കോലാഹലം കാണിക്കുക എന്നതല്ലാതെ അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. അത് അവരുടെ വിധിയായിട്ട് കരുതുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് നമ്മുടെ പ്രിയങ്കരനായ MLA ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. സഹോദരന്മാരെ, അപ്പോൾ KSRTC ഡിപ്പോയില് കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവരെ വിശകലനവുമായി ബന്ധപ്പെട്ട് ഈ വണ്ടി ഓപ്പറേറ്റ് ബഹുമാന്യനായ കണ്ടക്ടർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നമുക്ക് വിഭാവനം ചെയ്ത
ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള ബഹുമുഖ പദ്ധതികൾ ഓരോന്നായി ഈ സംസ്ഥാനത്ത് ആദരണീയനായ മുഖ്യമന്ത്രി VD സതീശൻ അവരുടെ നേതൃത്വത്തിൽ പലവിധ കർമ്മ പരിപാടികളായി നടപ്പിലാക്കി വരികയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമത്വത്തിന്റെ പൂർണ്ണ രൂപമായ സ്ത്രീജനങ്ങൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന പദ്ധതി ഇന്ന് ഔപചാരികമായി ബഹുമാന്യനായ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതാത് മണ്ഡലങ്ങളിൽ അതാത് പ്രദേശത്തെ MLA മാർ, ഇവിടെ ആദരണീയനായ നമ്മുടെ ചടയമംഗലം MLA അഡ്വക്കേറ്റ് MM നസീർ ഈ പരിപാടി ഉടനെ തന്നെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അഭിവന്ദ്യരായ ഇന്നാട്ടിലെ ജനവിഭാഗങ്ങൾക്കായി വിശിഷ്യ സ്ത്രീജനങ്ങളുടെ സമത്വമാണ് നമ്മുടെ ലക്ഷ്യമെന്ന ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടി ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നാട്ടുകാരെയും സവിനയം ഈ ട്രാൻസ്പോർട്ട് ഡിപ്പോയിലേക്ക് ഈ ബഹുമുഖ പരിപാടിയുടെ ഈ കർമ്മ പരിപാടിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. അതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റാരുമല്ല, വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വളരെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വളരെ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിയ കുമ്മൽ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ പ്രസിഡന്റ് ശ്രീ കുമാരി അശ്വതിയാണ്. അശ്വതി യാത്രയെക്കുറിച്ച് എന്ത് പറയുന്നു? വളരെ സന്തോഷമുണ്ട്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ചരിത്രാതീതമായിട്ടുള്ള ഒരു കുതിരയാട്ടമാണ്. സ്ത്രീകൾക്ക് ഉന്നമനത്തിനായാലും എപ്പോഴും സ്ത്രീകളെ നമ്മുടെ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മുടെ സൗജന്യ യാത്ര. അപ്പോൾ അശ്വതി യാത്രക്കായി എത്തിച്ചേർന്നതാണോ? അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ കുമ്മൽ പഞ്ചായത്തിന്റെ എല്ലാ വികസന പരിപാടികളിലും അശ്വതി തിളങ്ങി നിൽക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ കുമ്മൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അശ്വതിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അല്പസമയത്തിനുള്ളിൽ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള സൗജന്യ യാത്രയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷയായി നമ്മുടെ KSRTCയുടെ സൂപ്രണ്ട് ശ്രീമതി റസീനെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അങ്ങോട്ട് കയറി അങ്ങോട്ട് റൗണ്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രിയദർശിനി സൗജന്യ യാത്രയുടെ എന്ന പരിപാടിയുടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി പഞ്ചായത്ത് മെമ്പർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്യാംരാജ് അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാർ, ഇത് ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA MM നസീർ, D ചന്ദ്രബോസ്, VO സാജൻ, ഉണ്ണികൃഷ്ണപിള്ള, V ഉണ്ണികൃഷ്ണൻ, ഭുവനേന്ദ്രൻ പിള്ള, സതീശൻ, KSRTC പ്രതിനിധീകരിക്കുന്ന അലാവുദ്ദീൻ, എക്സൈസ് രാധാകൃഷ്ണൻ, KSFE KSRTCയുടെ അനിൽ സാർ, ടൗൺ വാർഡ് മെമ്പർ നിഷ ഷെരീഫ്, ഷമീർ, എക്സൈസ് രാധാകൃഷ്ണപിള്ള സാർ, കെട്ടിടത്തിൽ ശ്രീകുമാർ സാർ, AR റിയാസ്, വടക്കതിൽ നാസർ, പുളിമൂട്ടിൽ രാജൻ തുടങ്ങി കോൺഗ്രസിന്റെയും
ബാബു സാർ, UDF ടീം, UDFന്റെ അംഗങ്ങളെ, വിവിധ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, തമീമുദ്ദീൻ തുടങ്ങി ബഹുമാനപ്പെട്ട മഹിളാ അസോസിയേഷന്റെയും UDFന്റെയും അംഗങ്ങളെ, KSRTC ജീവനക്കാരെ, നമുക്കറിയാം നമ്മുടെ ടീം UDFന്റെ VD സതീശന്റെ സർക്കാർ രൂപപ്പെട്ടതിന് ശേഷമുള്ള 5 ഇനം പദ്ധതികൾ നടക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇന്ദിര പ്രിയദർശിനിയുടെ പേരിലുള്ള സൗജന്യ യാത്ര. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ള ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി VD സതീശൻ അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA MM നസീർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കോൺഗ്രസ് സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് പ്രിയദർശിനി എന്ന പേരിൽ നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം സെൻട്രലിൽ വെച്ച് നടത്തി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി നമ്മുടെ യൂണിറ്റ് തല ഉദ്ഘാടനം നടത്തുന്നതിനാണ് ബഹുമാനപ്പെട്ട MLA ശ്രീ MM നസീർ സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള ഈ പ്രിയദർശിനി യാത്ര കേരള സർക്കാർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനായി സമർപ്പിക്കുന്ന ചരിത്രത്തിൽ തന്നെ അസുലഭമായ നിമിഷമായി മാറിയിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ പ്രിയദർശിനി എന്ന ആ പ്രിയങ്കരിയുടെ നാമധേയത്തിൽ കേരളത്തിലെമ്പാലും നടപ്പിലാക്കുന്ന പ്രിയദർശിനി യാത്രയുടെ അധ്യക്ഷ ശ്രീമതി റസീന, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്യാംരാജ്, അതുപോലെ ഇവിടെ UDFന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ, ഈ സ്റ്റാൻഡിലെ ജീവനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, എല്ലാവരെയും UDF സർക്കാരിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന ഒരു നിമിഷമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റാണെന്ന്. വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ള 50 ലക്ഷം 5000 ലക്ഷം കോടി കമ്മിയുള്ള നഷ്ടമുള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കി ആ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു വന്നപ്പോൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് ശ്രീ VD സതീശൻ സർക്കാർ എന്ന് തെളിയിപ്പിച്ചുകൊണ്ടാണ് പ്രിയദർശിനി സൗജന്യ സ്ത്രീ യാത്ര ഇവിടെ കേരളത്തിൽ ആരംഭിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 5 ഇന ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ് കേരളത്തിലെ
ജനങ്ങൾക്ക് വേണ്ടി UDF കഴിഞ്ഞ പ്രകടന പത്രികയിൽ നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് അനുവദിക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ 3000 രൂപ സാമൂഹ്യ പെൻഷൻ 3000 രൂപ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ഇല്ലാതെ 5 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, നമുക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോലും ചികിത്സ തേടി പോകാൻ കഴിയുന്ന നിലയിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതുപോലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കാര്യമാണ് കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന പരിപാടി. അങ്ങനെ 5 കർമ്മ പരിപാടികൾ ഏറ്റവും ഡ്രീമായിട്ടുള്ള, എതിരാളികൾ എങ്ങനെ ഇത് നടപ്പാക്കും എന്ന് സംശയിക്കുന്ന രീതിയിൽ ചോദ്യമുയർത്തുന്ന നിലയിൽ ഉന്നയിച്ച, പലരും വിമർശിക്കപ്പെട്ട ഈ പ്രഖ്യാപനം നടത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾ കൃത്യമായി ഈ നാട്ടിൽ നടപ്പിലാക്കാനുള്ളതാണ്. വാക്കു പറഞ്ഞാൽ വാക്കാണ് എന്ന് തെളിയിപ്പിക്കുകയാണ് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ കൊണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലൊന്നും ഒട്ടേറെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി മാറിയ ഒരു സംസ്ഥാനമാണ്. ജനങ്ങൾക്ക് നൽകിയ പല കാര്യങ്ങളും, ഉറപ്പുകൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ വലിയ വിവാദങ്ങളിൽ, വിമർശനങ്ങളിൽ പെട്ടുപോയ ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ്. അതിനെല്ലാം വ്യത്യസ്തമായി വലിയ തുടക്കത്തോടെ, വലിയ പ്രതീക്ഷയോടെ കേരളത്തിൽ തകർന്നുപോയ ധനകാര്യ മാനേജ്മെന്റ് സിസ്റ്റത്തെ ഏറ്റവും നന്നായി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിന്റെ ഖജനാവിനെ സമ്പുഷ്ടമാക്കുന്ന നടപടികളുമായിട്ട് പോവുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഈ പരിപാടി കഴിഞ്ഞാൽ ബജറ്റിനെ സംബന്ധിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ അദ്ദേഹം നടത്തുകയാണ്. വിവിധ ഉദ്യോഗസ്ഥന്മാരുമായി, സാമ്പത്തിക വിദഗ്ധന്മാരുമായി നിരന്തരമായ ചർച്ചകൾ നടന്നു വരികയാണ്. ഈ മാസം 19-ാം തീയതി തൊട്ട് ഈ മാസം ഒടുവിൽ വരെ 29-ാം തീയതി വരെയുള്ള ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. വലിയ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമുക്കറിയാം, KSRTCയിലെ ഈ സൗജന്യ ബസ് യാത്ര അടക്കമുള്ള ഒട്ടേറെ ക്ഷേമകാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങളുടെ കയ്യിൽ അവരുടെ അധ്വാനത്തിന്റെ ഒരു കുറച്ച് പൈസയെങ്കിലും അവരുടെ കയ്യിലുണ്ടാകും. ആ കയ്യിലുണ്ടാകുമ്പോൾ അവർക്ക് മറ്റു പല കാര്യങ്ങളും ചെലവഴിക്കാൻ കഴിയും. കേരളത്തിലെ സാമ്പത്തിക രംഗം മെച്ചപ്പെടും. കേരളത്തിലെ കടകമ്പോളങ്ങളിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ മാന്ദ്യം മാറും. നമ്മുടെ നികുതി കൂടും. അങ്ങനെ സംസ്ഥാനത്തെ ഖജനാവിന് മാറ്റമുണ്ടാകും. ശൂന്യമായ ഖജനാവിൽ മാറ്റമുണ്ടാകുമെന്ന പ്രത്യാശയാണ് കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മിടുക്കനായ ധനകാര്യ വിദഗ്ധൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്ന, എക്കാലവും അതിനുവേണ്ടി പഠിക്കുന്ന ഏറ്റവും മിടുക്കനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വലിയൊരു പ്രത്യാശ ഈ സർക്കാരിനോടൊപ്പമുണ്ട്. അതിൽ രാഷ്ട്രീയമല്ല. ഈ സർക്കാരിനെ ജനങ്ങൾ വല്ലാത്ത നിലയിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് പൊരുതുന്നു. ആ പോരാട്ടത്തിൽ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളും ഈ നാട് രക്ഷപ്പെടണം, ഈ നാട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും സർക്കാരിനോടൊപ്പം നിലയുറപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇവിടെ പ്രിയദർശിനി എന്ന ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ, രക്തം ചിന്തിയ, ഈ ലോകത്തിലെ ഏറ്റവും
ധീര വനിതയായിരുന്ന പ്രിയദർശിനിയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ഈ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനേക്കായി നമ്മുടെ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ശ്രീ മനോജ് സാറിനെ ക്ഷണിച്ചു. നമുക്ക് ആ ബസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട MLA, ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ, നമ്മുടെ ഗവൺമെന്റ് കൈക്കൊണ്ട എടുത്ത ഒരു മുഖ്യമായ തീരുമാനമാണ്, വളരെ പ്രധാനമുള്ളൊരു തീരുമാനമാണ് വനിതകൾക്കായി KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ഫ്രീ ആക്കുക എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വനിതകൾക്ക് സേവിങ്സ്, അവരുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാവുക, അതുവഴി അത് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഗവൺമെൻറ് ഈ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിപ്പം താൽക്കാലികം എല്ലാ ഓർഡിനറി ബസ്സുകളിലും വനിതകൾക്ക് സൗജന്യ യാത്രയാണ്. ഇത് 100 ദിവസത്തേക്ക് ഈ സൗജന്യ യാത്ര തുടരും. ശേഷം അത് അടുത്ത ഘട്ടത്തിൽ മറ്റ് സർവീസുകളിലേക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം ഗവൺമെൻറ് പറയുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഫംഗ്ഷന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും യാത്രക്കാർക്കും KSRTC ഉദ്യോഗസ്ഥർക്കും ബഹുമാനപ്പെട്ട MLAക്കും എല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ആദ്യ ടിക്കറ്റ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കൂ. ഫ്ലാഗ് ഓഫ് ചെയ്യാം. നന്ദി പറയുന്നതിനായി യൂണിറ്റ് പ്രസിഡന്റ് INTUC യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അലാവുദ്ദീനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ, പ്രിയപ്പെട്ട റസീന മാഡം, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലുള്ള ഈ യാത്ര, സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA പ്രിയപ്പെട്ട MM നസീർ അവർകൾ, പ്രിയപ്പെട്ട ആശംസകൾ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്യാംരാജ്, അതുപോലെ തന്നെ നിഷ മെമ്പർ, അതുപോലെ D ചന്ദ്രബോസ്, VO സാജൻ അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി അശ്വതി ഉത്തമൻ അടക്കമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. പിന്നെ ഈ വനിതകൾ മാത്രം നിന്നുകൊണ്ട് ഫ്ലാഗ് ഓഫ്, വേറെ ആരും വനിതകൾ മാത്രം. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ന് ഐതിഹാസികമായ ഈ സൗജന്യ യാത്രയുടെ വണ്ടി ഓടിക്കുന്നത് ഷാനും അതിന്റെ കണ്ടക്ടർ ദേവുമാണ്. അവരെ നമ്മൾ അഭിനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, വനിതകൾ എല്ലാവരും ഈ ബസിന്റെ ഫ്രണ്ടിലേക്ക് നിൽക്കേണ്ടതാണ്. ഫ്ലാഗ് ഓഫ് കർമ്മം ആരംഭിക്കുകയാണ്. വനിതകളെ മാത്രം നിർത്തിക്കൂടെ? കുഞ്ഞോനെ ഇറങ്ങി, കുഞ്ഞോ വനിതയായില്ല. സ്ത്രീകളെല്ലാവരും വണ്ടിയുടെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ടിക്കറ്റ് ആവുകയുള്ളൂ. അതിന്റെ ചെറിയ ഒരു ഡിലേ ഉണ്ട്. അതുകൂടെ കണക്കാക്കി വേണം പ്രോഗ്രാം ചാർട്ട് ചെയ്യേണ്ടത്. പുറത്തേക്കാവോ? പുറത്ത് നേരെ കിട്ടുന്നുള്ളൂ. ഇതിനകത്ത് ബാക്കിലോട്ട് കിട്ടുമോ? ബാക്കിലോട്ട് നമ്മുടെ ചടയമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA MM നസീർ ഇതാ ഫ്ലാഗ് ഓഫ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എവിടെ പോകും? നിങ്ങൾ വരികയാണ്. ഓക്കെ.
ഓക്കെ അല്ലേ? അല്ലാതെ തന്നെ കാശ് കൊടുക്കേണ്ടി വരും. ഇവിടെ അല്ല, അവിടെ ആ ഡോറിന്റെ ഫ്രണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ MLA MM നസീർ അവർ ഫ്ലാഗ് ഓഫ് കർമ്മം നടത്തിയിരിക്കുകയാണ്. സ്ത്രീകൾ എല്ലാവരും KSRTC ബസ്സിൽ കയറേണ്ടതാണ്. പുരുഷന്മാർ കയറുന്നതിൽ തെറ്റില്ല, പക്ഷേ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇതിനായി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെയും എല്ലാവരും വണ്ടിയിൽ കയറേണ്ടതാണ്. ഇതിന്റെ ആദ്യത്തെ ടിക്കറ്റ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ നിഷയ്ക്ക് ആണ് നമ്മുടെ KSRTC കണ്ടക്ടർ നൽകുന്നത്. നമ്മുടെ പ്രിയങ്കരായ എല്ലാവരെയും ചടയമംഗലം KSRTC ബസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UDF സർക്കാരിന്റെ ആഴ്ചയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള മർമ്മപ്രധാനവും ജനോപകാരപ്രദവുമായ പദ്ധതിയായ ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമസ്ത മേഖലയിലേക്കും KSRTC നൽകുന്ന സൗജന്യ യാത്ര, അതിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ പ്രിയങ്കരനായ MLA MM നസീർ നിർവഹിച്ചു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ യാത്ര ഇവിടെ നിന്നും ആരംഭിച്ച് നിലവിൽ കിഴക്കൽ വഴി പടപ്പുറ വഴിയാണ് ഈ യാത്ര എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരാൾ കൂടെ ആ സൈഡിലോട്ട് ഇരിക്കണം. ഒരു സൈഡിലേക്ക് ഒരാളില്ല, സൈഡിലേക്ക് സീറ്റിലേക്ക് ഒരാളും കൂടെ അപ്പുറത്തോട്ടിരിക്കണം, സൈഡിലിരിക്കുന്ന ഫോട്ടോ എടുക്കാൻ. അല്ല അങ്ങനല്ല, ഒരു സൈഡിലേ MLA ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ടോ അതോ? എനിക്ക് ഈ സന്തോഷത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. MLA എല്ലാ ജനപക്ഷ നിലപാടുകൾക്കും ഒപ്പം MLA ഉണ്ട്. അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷവും ആഗ്രഹവും. പ്രിയപ്പെട്ട MLAയും ഇപ്പോൾ ഇവർക്കൊപ്പം കുറച്ച് ദൂരം യാത്ര ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 50-ൽ പരം വനിതകൾ സ്ത്രീകൾ ഇപ്പോൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ഇനിയും കയറാനുണ്ട്. അപ്പോൾ തന്നെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ടിക്കറ്റ് ഇതുവരെ ആയിട്ടില്ല. സോഫ്റ്റ്വെയർ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ടിക്കറ്റ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീ നിഷ ഷമീറിനെ നിർത്തിക്കൊണ്ടാണ് ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരുമൊക്കെ ബസ് കയറി അതിനെ ഇരിക്കുകയാണ്. ഇനിയും യാത്രക്കാർക്കുണ്ട്. ബസ് യാത്ര ചെയ്യാൻ ഒരല്പസമയം കൂടി എടുക്കും. അതിൻ്റെ കാരണം സംസ്ഥാന സഭ ഉദ്ഘാടനത്തിൽ കഴിഞ്ഞ ശേഷം മാത്രമേ ടിക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടിക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പുറകെ ആദ്യത്തെ ടിക്കറ്റ് ശ്രീമതി നിഷ ഷമീറിന് നൽകിക്കൊണ്ടാണ് ഈ ഓപ്പറേറ്റ് ആവുന്നത്. നിലമേലല്ലേ
ഫസ്റ്റ് ബസ് അങ്ങോട്ടേക്കാണ് നമ്മൾ അടുത്തേക്കാണ് ടിക്കറ്റൊക്കെ ഹലോ ഒന്ന് ഒതുങ്ങണേ. ഒരു ചരിത്ര മുഹൂർത്തമായ ഈ സൗജന്യ യാത്രയ്ക്ക് ആദ്യത്തെ ടിക്കറ്റ് കൊടുക്കുന്ന ചടയമംഗലത്തെ കണ്ടക്ടറാണ്. എന്ത് പറയുന്നു ഈ നിമിഷത്തിൽ? ഇപ്പോ ടിക്കറ്റ് കൊടുക്കാറായോ? ശ്രീ എം എം നസീർ നിർവഹിച്ചിരിക്കുകയാണ്. ആദ്യ സർവീസ് നിലവിൽ വഴി അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഈ ചരിത്രയാത്രയുടെ ആദ്യ തേരാളിൽ താങ്കളാണ്. അപ്പോ ഇതിൽ ഈ സാരഥി, ഇപ്പോഴത്തെ ഇതിന്റെ സാരഥി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? നല്ല കാര്യമല്ലേ? ഇതൊരു ഒരു ചരിത്ര നിമിഷത്തിലെ ഒരു ഭാഗ്യമായി കരുതുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മുടെ സൗജന്യ യാത്രയിലെ കണ്ടക്ടറെയും ഡ്രൈവറെയുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അല്പസമയത്തിനുള്ളിൽ ഇവിടുന്ന് കഴിയാൻ കഴിയുന്നത് അനൗൺസ്മെന്റ് വാഹനം മുന്നിൽ പോകും. കാരണം 5 സ്ഥലങ്ങളിലായിട്ട് ഈ ബസ്സിന് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. നിലമേലുണ്ട്, കടയ്ക്കലുണ്ട്, അതിൽ കുമ്മിള്ളം ചെറുപ്പക്കാടിനും കാഞ്ഞിരത്തുമൂടിനും ഇടയ്ക്കായിട്ട് കുമ്മിൾ പഞ്ചായത്തിലെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ചിത്ര പഞ്ചായത്തിലുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ വരവേൽപ്പോടു കൂടിയാണ് ഇന്നത്തെ ആദ്യത്തെ സർവീസ് നടത്തുന്നത്. യാത്രക്കാരെല്ലാം കയറി കഴിഞ്ഞു. ഇനി ടിക്കറ്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിയുമ്പോഴേ ആദ്യത്തെ ടിക്കറ്റ് അടിക്കാനൊക്കത്തുള്ളൂ. ഒരു സോഫ്റ്റ്വെയറിൽ ഇത് വരണം. അതിനുശേഷം മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. ആദ്യത്തെ ടിക്കറ്റ് ശ്രീമതി നിഷ ഷമീർ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് സൗജന്യ യാത്രയുടെ ആദ്യത്തെ ബസ് പുറപ്പെടുന്നത്. ഞാനുമുണ്ട്. ഇപ്പോൾ നമ്മുടെ MLA കൂടി ഈ സൗജന്യ യാത്രയിലെ ഈ ബസ്സിൽ തന്നെയാണ് നിലമേൽ വരെ യാത്ര ചെയ്യുന്നത്. ആദ്യ ടിക്കറ്റ് കൂടി ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ കൊടുക്കും. അപ്പോൾ അതുകൂടി പ്രേക്ഷകരിലെത്തിച്ച് ശേഷം ഈ തത്സമയം നമ്മളിവിടെ പൂർണ്ണമാണ്. കൊട്ടാരക്കരയല്ലേ? എന്തായാലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ ബസ്സിൽ ഇതിനകത്ത് കൂടി അതിലങ്ങനെ പറ്റും. ഞാൻ അടുത്ത്
ആയിക്കോട്ടെ. ടിക്കറ്റ് ആയില്ലേ? ടിക്കറ്റ്
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തത്സമയം പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ബസ് യാത്ര തുടർന്ന് സംസ്കൃതിയുമായി നിങ്ങളെ